Welcome to Pharmacology Simplified. Today we are discussing about anticholinergic drugs. They are also called as muscarinic receptor antagonist or parasympatholytics. Okay, so anticholinergic drugs are agents which block the effects of acetylcholine on cholinergic receptors. അതായത് കോളിനർജിക് റിസപ്റ്റേഴ്സിൽ അസറ്റൈൽകോളിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന കാറ്റഗറി ഡ്രഗിനെയാണ് നമ്മൾ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ആൻറ്റി കോളിനർജിക്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ആൽക്കലോയിഡ്സ്. സോ പ്യുവർലി നാച്ചുറൽ ആണ്. The first one is atropine and the second one is hyoscine. Hyoscine is also known as scopolamine. Second one, that is semi-synthetic derivatives, half natural and half synthetic. So examples like homatropine, atropine methonitrate, hyoscine butyl bromide, ipratropium bromide and tiotropium bromide. Here you can see trope like homatrope, atropine, ipratrope, tiotrope. So ഇങ്ങനെയുള്ള സിമിലാരിറ്റി നോക്കിയിട്ട് നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. സോ ഇത് തേർഡ് വൺ, ദാറ്റ് ഈസ് പ്യുവർലി സിന്തറ്റിക് കോമ്പൗണ്ട്സ് based on their therapeutic purposes. The first one is mydriatics. Examples are tropicamide and cyclopentolate. The second one, vasicoselective. Example, oxybutynine, flavoxate, darifenazine, etc. And the third one, anti-Parkinsonian drugs like benzoxazole, procyclidine and biperidine. Next one, anti-secretory and antispasmodics. So in നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. The first one, quaternary compounds like propanthelin, clidinium, glycopyrrolate, etc. and tertiary amines, that is dicyclomine and pyrancepine. So നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ദ ഫാർമക്കോളജി ഓഫ് അട്രോപ്പിൻ. അട്രോപ്പിൻ ആണ് പ്രോട്ടോടൈപ്പ് ഡ്രഗ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇറ്റ്സ് നാച്ചുറൽ ആണ് അതിൻ്റെ സോഴ്സ്. ഇറ്റ്സ് എ ചീഫ് ആൽക്കലോയിഡ് ഓഫ് ബെലഡോണ ആൻഡ് ഇറ്റ് ഈസ് എ ടെർഷ്യറി അമീൻ. സോ അസറ്റൈൽകോളിൻ്റെ മസ്കാരിനിക് ആക്ഷൻസിനെല്ലാം തന്നെ അട്രോപ്പിൻ ബ്ലോക്ക് ചെയ്യും. സോ കോമ്പറ്റേറ്റീവ്ലി ആൻറ്റഗോണൈസിം, ആ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അട്രോപ്പിൻ കോമ്പറ്റേറ്റീവ്ലി ആൻറ്റഗോണൈസ് ദ ആക്ഷൻസ് ഓഫ് അസറ്റൈൽകോളിൻ അറ്റ് മസ്കാരിനിക് റിസപ്റ്റേഴ്സ്. സോ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സോ അട്രോപ്പിൻ വന്ന സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു, അസറ്റൈൽകോളിൻ്റെ ആക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ നമ്മളിനി ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ഷൻ. ഇൻ ഹയർ ഡോസസ് അട്രോപ്പിൻ സ്റ്റിമുലേറ്റ് ദ CNS. സോ CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് കോസസ് റെസ്റ്റ്ലെസ്നെസ്, ഡിസോറിയൻറ്റേഷൻ, ഹാലുസിനേഷൻ ആൻഡ് ഡെലീരിയം. ഓക്കെ, CNSൽ സ്റ്റിമുലേറ്ററി എഫക്റ്റ് ആണ്. ബട്ട് ഒരു കണ്ടീഷനിൽ, അതായത് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു ഇത് ആൻറ്റി പാർക്കിൻസോണിയൻ അല്ലെങ്കിൽ ആൻറ്റി പാർക്കിൻസോണിസം ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ CNSൽ ഡോപ്പാമിൻ്റെ ലെവൽ കുറയുമ്പോൾ കോളിനർജിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻസിൽ ഡ്രൂളിങ്, അതുപോലെ തന്നെ ട്രെമർ, അതുപോലെ തന്നെ റിജിഡിറ്റി എല്ലാം കൂടുതലായിരിക്കും. സോ അസറ്റൈൽകോളിൻ്റെ ആ ഒരു ആക്ഷനെ കുറയ്ക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് കാറ്റഗറി ഓഫ് ഡ്രഗ് വി ക്യാൻ യൂസ് ഇൻ പാർക്കിൻസോണിസം. സോ സെക്കൻഡ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ CVS, ദാറ്റ് ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. സോ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് അസറ്റൈൽകോളിൻ. Acetylcholine already we know, that is bradycardia, and here atropine causes tachycardia, and the reason behind that, it blocked the M2 receptors on the SA node. Okay, so next one, I. So എപ്പോഴും കമ്പയർ ചെയ്യുക അസറ്റൈൽകോളിൻ ആയിട്ട്. അതിൽ അസറ്റൈൽകോളിൻ causes meiosis, here atropine causes mydriasis, that is dilation of pupil of eye. How? By blocking the muscarinic receptors in the sphincter pupillae. Okay, and it also causes cycloplegia. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. How this drug will paralyze the ciliary muscle and cause cycloplegia. Next one, smooth muscle. So first GIT
സോ നമുക്കറിയാം അസറ്റൈൽ കൊളീൻ GITയിൽ സെക്രീഷൻസ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് ടോൺ എല്ലാം ഇൻക്രീസ് ചെയ്യും. സോ ഹിയർ ജസ്റ്റ് ഓപ്പോസിറ്റ് what atropine will do, atropine will decrease all secretion and tone, motility and cause constipation. So motility കുറയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും that leads to constipation. Next one, bronchial muscle. So നമുക്കറിയാം acetylcholine cause bronchoconstriction. Here atropine by blocking cholinergic receptors in the bronchial muscle, it cause bronchodilation. So ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് തെറാപ്യൂട്ടിക്കലി യൂസ്ഫുൾ ആണ്. സോ വി ക്യാൻ യൂസ് ഇൻ ആസ്മ. സോ നെക്സ്റ്റ് വൺ, ജെനൈറ്റോ യൂറിനറി ട്രാക്ട്. സോ അട്രോപ്പിൻ യൂറിനറി ബ്ലാഡറിന് അല്ലെങ്കിൽ യൂറിറ്റേഴ്സിനെല്ലാം റിലാക്സ് ചെയ്യും. സോ അങ്ങനെ യൂറിനേഷൻ പ്രോപ്പറായിട്ട് യൂറിൻ കൂടുതലായിട്ട് പോകത്തില്ല. സോ യൂറിൻ അവിടെ റീറ്റെയിൻ ചെയ്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെ നമുക്ക് യൂറിനറി റിറ്റൻഷൻ എന്ന് പറയാം. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, ഗ്ലാൻസിലെ എല്ലാ സെക്രീഷൻസിനെയും, അതായത് അസറ്റൈൽ കൊളിൻ ഇൻക്രീസ് ചെയ്തിരുന്ന സെക്രീഷൻ എല്ലാം ലൈക്ക് സ്വെറ്റ്, സലൈവറി, ബ്രോങ്കിയൽ അല്ലെങ്കിൽ ലാക്രിമൽ, സോ ഇതിനെല്ലാം അട്രോപ്പിൻ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിൽ അതുപോലെ തന്നെ ഐ ഡ്രൈ ആക്കും. സോ നമുക്കറിയാം ഡ്രൈനെസ് ഓഫ് മൗത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാളോവിങ് അതുപോലെ ടോക്കിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, ബോഡി ടെമ്പറേച്ചർ. സോ ബോഡി ടെമ്പറേച്ചർ വളരെ ഇൻക്രീസ് ചെയ്യും. സോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അപ്പോൾ പെർസ്പിറേഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റെഗുലേറ്ററി സെൻറ്ററിനെ സ്റ്റിമുലേറ്റും ചെയ്യുന്നുണ്ട്. സോ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ലോക്കൽ അനസ്തെറ്റിക് എഫക്റ്റ്, അതായത് ഒരു മൈൽഡ് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഉണ്ട് കോർണിയയിൽ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇനി ഇതിൻ്റെ അഡ്വൈസ് എഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പഠിക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുക, അതും ഈ അഡ്വൈസ് എഫക്റ്റും കൂടെ കമ്പയർ ചെയ്യുക. അവിടെ നമുക്ക് അൺവാണ്ടഡ് എഫക്ട്സ് എന്തെങ്കിലും ഫാർമക്കോളജിക്കൽ ആക്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എവിടെ ആഡ് ചെയ്യാം? വി ക്യാൻ ആഡ് ഇൻ അഡ്വൈസ് എഫക്റ്റ്. സോ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ CNSലാണെന്നുണ്ടെങ്കിൽ അജിറ്റേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, റെസ്റ്റ്ലെസ്നെസ്, ഹാലുസിനേഷൻ ആൻഡ് ഡെലീരിയം. ഐയിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് വിഷൻ, ഫോട്ടോഫോബിയ ആൻഡ് ഹെഡ് ഏക്ക്. നെക്സ്റ്റ് വൺ, GITയിലാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഡ്രൈനെസ് ഓഫ് മൗത്ത്, ഡിഫിക്കൽട്ടി ഇൻ സ്വാളോവിങ് ആൻഡ് യൂറിനറി റിറ്റൻഷൻ. നെക്സ്റ്റ്, കോൺട്രാ ഇൻഡിക്കേഷൻ. സോ നമുക്ക് എൽഡർലിയിൽ എസ്പെഷ്യലി പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എൽഡർലി മെയിൽസിൽ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ഉള്ളവരിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ബിക്കോസ് ഓഫ് യൂറിനറി റിറ്റൻഷൻ. നെക്സ്റ്റ് വൺ, ഡ്രഗ് ഇൻട്രാക്ഷൻ. സോ അട്രോപ്പിൻ ചില കാറ്റഗറി ഡ്രഗിൻ്റെ അബ്സോർഷന് ഡിലേ ചെയ്യും. നമുക്കറിയാം മോട്ടിലിറ്റി ടോണെല്ലാം കുറയും. സോ ദെയർ ബൈ അതിൻ്റെ അബ്സോർഷൻ എന്ത് ചെയ്യും? അത് ഡിക്രീസ് ആവും. എസ്പെഷ്യലി ഡ്രഗ്സ് ലൈക്ക് ലിവോഡോപ്പയായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിവോഡോപ്പയുടെ അബ്സോർഷൻ കുറയും. ദെയർ ബൈ CNSൽ എത്തിച്ചേരുന്ന ലിവോഡോപ്പയുടെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ അട്രോപ്പിൻ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് അതുപോലെ തന്നെ ആൻറ്റി ഹിസ്റ്റമിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. സോ റീസൺ അറിയാം, അട്രോപ്പിൻ ലൈക്ക് ആക്ഷൻസ് TCAക്കും ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഹിസ്റ്റമിൻസിനും ഉണ്ട്. സോ അങ്ങനെ വരുവാണെങ്കിൽ അഡിക്റ്റീവ് സൈഡ് എഫക്ട്സ് ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് അട്രോപ്പിൻ. സോ ആസ് ആൻറ്റി സെക്രീറ്ററി, സോ ഈ സെക്രീഷൻ കുറയ്ക്കുന്നത് കൊണ്ട് അതെവിടേക്ക് നമുക്ക് യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ്ഡ് ആസ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ and in peptic ulcer and in pulmonary embolism. So next one, as antispasmodic, spasm relieve ചെയ്യുന്നതുകൊണ്ട് where we can use in intestinal and renal colic, abdominal cramps, nervous and drug induced diarrhea, IBS, hypermotility, nervous dyspepsia, etc. Next one, bronchodilatory property. Our property base ചെയ്ത് we can use in bronchial asthma, asthmatic bronchitis and in COPD, that is chronic obstructive pulmonary disease. Next one is mydriatic and cycloplegic. So മെയിനായിട്ട് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫണ്ടസിൻ്റെ ഒക്കെ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ റിഫ്രാക്ഷൻ ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, തെറാപ്യൂട്ടിക്. അതിന് ബേസ് ഐറൈറ്റീസ്, that is inflammation of iris, keratitis, corneal ulcer-ലെല്ലാം ഈ ഒരു കാറ്റഗറി ഡ്രഗ് വി ക്യാൻ യൂസ്. നെക്സ്റ്റ് വൺ ആസ് കാർഡിയോവാഗോലൈറ്റിക്, എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ കൗണ്ടറാക്ടിങ് സൈനസ് ബ്രഡിക്കാർഡിയ. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട്
ഒരു കാർഡിയക് വാഗോലൈറ്റിക് ആയിട്ടും ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഫോർ സെൻട്രൽ ആക്ഷൻ, അതായത് CNS ഓൾറെഡി വി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ് ഈസ് വി ക്യാൻ യൂസ്ഡ് ഇൻ പാർക്കിൻസോണിസം ആൻഡ് ഇൻ മോഷൻ സിക്നസ്, എസ്പെഷ്യലി സ്കോപ്പോളമിൻ അല്ലെങ്കിൽ അതിൻ്റെ അതർ നെയിം ദാറ്റ് ഈസ് ഹയോസിൻ ആണ് നമ്മൾ മോഷൻ സിക്നസ്സിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട് പോയിസണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ടും നമ്മൾ അട്രോപ്പിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഒരു 2 മാർക്കിന് ചോദിക്കാവുന്ന ദാറ്റ് ഈസ് സ്കോപ്പോളമിൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു അനദർ നെയിം ഹയോസിൻ. ഇത് കൺഫ്യൂസിങ് ആണ്, വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. സോ മെയിനായിട്ട് നമ്മൾ മോഷൻ ഇൻഡ്യൂസ്ഡ് വൊമിറ്റിങ്ങിലാണ് അല്ലെങ്കിൽ മോഷൻ സിക്നസ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാച്ചസ് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അട്രോപ്പിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സോ ഫസ്റ്റ് വൺ ഇസ് ഹയോസിൻ ബ്യൂട്ടൈൽ ബ്രോമൈഡ്. മെയിനായിട്ട് ഈസോഫാജിയൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സ്പാസ്റ്റിക് കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇപ്രാട്രോപ്പിയം ആൻഡ് തയോട്രോപ്പിയം, ആസ്മ ആൻഡ് ഇൻ COPD. നെക്സ്റ്റ് വൺ പ്രൊപ്പാന്തലിൻ യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ ആൻഡ് ഇൻ ഗ്യാസ്ട്രൈറ്റിസ്. നെക്സ്റ്റ് വൺ ക്ലിഡിനിയം, IBS ആൻഡ് പെപ്റ്റിക് അൾസർ. നെക്സ്റ്റ് വൺ ഗ്ലൈക്കോപൈറോളേറ്റ് ആസ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ഡൈസൈക്ലോമിൻ, morning sickness and motion sickness, IBS and dysmenorrhea. Next one, oxybutynine is used in nocturnal enuresis. So bedwetting കുട്ടികളിൽ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്പൈന ബിഫിഡ ആൻഡ് പോസ്റ്റ് പ്രോസ്റ്റക്ടമി വാസിക്കൽ സ്പാസം. നെക്സ്റ്റ് വൺ മിഡ്രിയാറ്റിക്സ് ആയിട്ട് ട്രോപ്പിക്കമൈഡ്, ഹോമട്രോപ്പിൻ ആൻഡ് സൈക്ലോപെൻറ്റോളൈറ്റ്. ആൻഡ് ഇൻ പാർക്കിൻസോണിസം ദ ഡ്രഗ്സ് യൂസ്ഡ് ആർ ബെൻസെക്സോൾ, procyclidine and byperidine. Okay, thank you all.